ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണയാണ്. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ 2ാമത്തെ ചാപ്റ്ററാണ് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. അതിൻ്റെ 2 പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1ാമത്തെയും 2ാമത്തെയും ഫുൾ എന്ന് വെച്ചാൽ ആദ്യത്തെ ഞാൻ തന്നത് അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ അതും, അതായത് ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും ഞാൻ ഇതിനകത്തിൽ എഴുതിയിട്ടുണ്ട്. മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഞാൻ സ്പീഡിൽ വായിച്ചു പോവുകയാണ്, കാരണം മൊത്തം ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എളുപ്പം വായിച്ചു പോവുകയാണ്. നിങ്ങൾ എഴുതിയെടുത്തത് ഇവിടെ വരെയാണോ അവിടെ മുതൽ എഴുതിയെടുക്കണം കേട്ടോ. അതായത് എഴുതിയെടുത്തത് ഇപ്പോൾ 10 എണ്ണം, ആദ്യത്തെ പാർട്ട് എനിക്കൊന്ന് 15 എണ്ണം, അപ്പോൾ ആ 15 എണ്ണത്തിൻ്റെ ബാക്കിയായിട്ടുള്ളത് എഴുതിയെടുത്തോണം കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യം മുതൽ എഴുതിയെടുത്തണം കുഞ്ഞുങ്ങളെ. ഇത് വലിയൊരു ചാപ്റ്ററാണ്. നമ്മുടെ ഹൃദയത്തെക്കുറിച്ചും കേട്ടോ, സസ്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ എഴുതിയെടുത്തോണേ. 1ാമത്തെ ക്വസ്റ്റ്യൻ, ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ ബോഡി, അതായത് ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ ഏതെല്ലാം? കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റാമിൻസ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ് ആൻഡ് വാട്ടർ. കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റാമിനുകൾ, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, ജലം. 2, എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്നാൽ എന്ത്? ഫുഡ് ദാറ്റ് പ്രൊവൈഡ്സ് ആൾ ദി ന്യൂട്രിയൻസ് റിക്വയർഡ് ബൈ ദ ബോഡി ഇൻ ദ റൈറ്റ് പ്രൊപ്പോർഷൻ. ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. എന്താണ് ഫുഡ് പ്ലേറ്റ്? ഫുഡ് പ്ലേറ്റ് എന്നാൽ എന്ത്? എ ഫുഡ് പ്ലേറ്റ് കൺസിസ്റ്റ് ഓഫ് ഹാഫ് എ പ്ലേറ്റ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, എ ക്വാർട്ടർ ഓഫ് ഗ്രെയിൻസ്, എ ക്വാർട്ടർ ഓഫ് പ്രോട്ടീൻ റിച്ച് ഫുഡ് ആൻഡ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ഓർ മിൽക്ക് പ്രോഡക്റ്റ്. ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും 1/4 ഭാഗം ധാന്യങ്ങളും 1/4 ഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും 1 ഗ്ലാസ് പാലോ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളോ അടങ്ങിയതുമാണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, വൈ ഈറ്റിംഗ് ജങ്ക് ഫുഡ് ഓൺ എ റെഗുലർ ബേസിസ് ഈസ് നോട്ട് ഗുഡ്. സ്ഥിരമായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഗുണകരമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ജങ്ക് ഫുഡ് ഈസ് ഹൈ ഇൻ കലോറീസ് ആൻഡ് ലോ ഇൻ ന്യൂട്രീഷണൽ വാല്യൂ. These can lead to nutritional deficiencies and certain health problems. നമ്മുടെ ജങ്ക് ഫുഡിൽ കലോറി കൂടുതലും പോഷകമൂല്യം കുറവുമാണ്. ഇത് പോഷക കുറവിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവരുത്താം എന്നതാണ്. ഓക്കെ ആണല്ലോ? 4 എണ്ണം. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്? നമ്മൾ ഈ പ്രഭാത ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് കേട്ടോ? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്? നോക്കിയേ, സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് മോർ കോമൺ എമംഗ് ചിൽഡ്രൻ. ദിസ് കോസ് മെനി പ്രോബ്ലംസ് ലൈക്ക് ഫാറ്റീഗ്, സ്ലീപ്പ്നെസ്, ഇൻഅറ്റൻഷൻ ആൻഡ് മെമ്മറി ലോസ്. അതായത് പ്രഭാത ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്ത്? കുട്ടികളിലാണ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് മൂലം ക്ഷീണം, ഉറക്കം തൂങ്ങൽ, ശ്രദ്ധയില്ലായ്മ, മറവി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വാട്ട് ഈസ് ന്യൂട്രിഷൻസ്? പോഷണം എന്നാൽ എന്താണ്? ന്യൂട്രിഷൻസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഫോർ ന്യൂട്രിയൻസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. നമ്മുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ജീവികൾ ഭക്ഷണം സ്വീകരിച്ച് പോഷകങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് കുഞ്ഞുങ്ങളെ പോഷകാഹാരം അല്ലെങ്കിൽ പോഷണം എന്ന് പറയുന്നത്. അടുത്ത, വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ന്യൂട്രിഷൻ? എന്തെല്ലാമാണ് പോഷണ പ്രക്രിയയിലെ ഘടകങ്ങൾ? 1, ഇൻടേക്ക് ഓഫ് ഫുഡ്, ഭക്ഷണം നമ്മൾ കഴിക്കൽ. അടുത്ത, ഡൈജഷൻ, ട്രാൻസ്ഫർ ഓഫ് ന്യൂട്രിയൻസ് ഫ്രം ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ ടു ദ ബ്ലഡ് സ്ട്രീംസ് ഈസ് അബ്സോർപ്ഷൻ. 4, അസിമിലേഷൻ. 5, ഇജക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ്. അതായത് നമ്മൾ ആദ്യമേ ഭക്ഷണം കഴിക്കുന്നു, അത് വയറ്റിനുള്ളിൽ ചെന്ന് ദഹിക്കുന്നു, ആ ദഹന വ്യവസ്ഥയിൽ നിന്നും രക്തത്തിലേക്ക് പോഷകങ്ങൾ കൈമാറ്റം ചെയ്യുന്നു, അതായത് ആഗിരണം എന്നാണ് അതിന് പറയുന്നത്. അടുത്ത, സ്വാംശീകരണം. ലാസ്റ്റിൽ ദഹന മാലിന്യങ്ങളുടെ വിസർജനം. നമ്മൾ കഴിഞ്ഞ വർഷം ഇത് പഠിച്ചതാണ് കേട്ടോ, ഓർഡറിൽ തന്നെ പഠിച്ചതാണ്. അങ്ങനെ തന്നെ അങ്ങ് പഠിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ് ഡൈജഷൻ? ദഹനം എന്നാൽ എന്ത്? ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ കോംപ്ലക്സ് ന്യൂട്രീഷൻ ഇൻ ടു സിംപ്ലർ വൺസ് ഫോർ അബ്സോർഷൻ. സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗീരണത്തിനായിട്ട് ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം കേട്ടോ.
അടുത്ത ദ ഡിഫറൻസ് ഇൻ ഡൈജസ്റ്റീവ് പ്രോസസ് ഇൻ യൂണിസെല്ലുലാർ അമീബ ആൻഡ് മൾട്ടി സെല്ലുലാർ ഹൈഡ്ര. ഏകകോശ ജീവിയായ അമീബയും ബഹുകോശ ജീവിയായ ഹൈഡ്രയിലും നടക്കുന്ന ദഹന പ്രക്രിയയിലെ മാറ്റം. അമീബയിൽ കോശാന്തരിക ദഹനം നടക്കുന്നു, ഹൈഡ്രയിൽ കോശബാഹ്യ ദഹനവും നടക്കുന്നുണ്ട്. അതായത് ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ ടേക്ക് പ്ലേസ് ഇൻ അമീബ, ബോത്ത് ദ intracellular digestions and extracellular digestions is seen in hydra. അടുത്ത അമീബ എന്ന് പറയുന്നത് ഒരു സ്യൂഡോപോഡിയ ഫോർ റിസീവിംഗ് ഫുഡ്. കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരം സ്വീകരിക്കുന്നതാണ് അമീബ. ഹൈഡ്ര ടെൻഡക്കിൾ, TEN ടെൻഡക്കിൾസ്, ആ പേരൊന്ന് പഠിച്ചോണേ നിങ്ങളെ. അതുപയോഗിച്ചാണ് ഇരയെ പിടിക്കുന്നത്. പരീക്ഷയ്ക്ക് അത് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് അതങ്ങനെ എഴുതിയിട്ടെ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡൈജഷൻസ് ഇൻ ഹ്യൂമൻ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻസ്? നോക്കിയേ. ഒന്ന്, മനുഷ്യനിലെ കോശബാഹ്യ ദഹന പ്രക്രിയയിലെ യാന്ത്രിക ദഹനവും രാസീയ ദഹനവും തമ്മിലുള്ള വ്യത്യാസം. പല്ലുകളും പേശികളും ആഹാരത്തെ ചെറുകണികകളാക്കുന്നത് യാന്ത്രിക ദഹനമാണ്. ദഹനരസങ്ങളിലുള്ള എൻസൈമുകൾ ആഹാരത്തെ ലഘുഘടകങ്ങളാക്കുന്നത് രാസിക ദഹനവും ആണ്. മെക്കാനിക്കൽ ഡൈജഷൻ എന്നാൽ ഇൻക്ലൂഡ്സ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ഇൻ ടു സ്മാൾ പാർട്ടിക്കിൾസ് ബൈ ടീത്ത് ആൻഡ് മസിൽസ്. Chemical digestions include the breakdown of food by the enzymes presented in digestive juice. അതൊക്കെ നല്ലതുപോലെ എഴുതി തന്നെ പഠിക്കണം നിങ്ങൾ കേട്ടോ. ഞാൻ സ്പീഡിൽ പോകുമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് സ്പീഡൊന്നുമില്ല, നിങ്ങൾ സമാധാനത്തെ എഴുതിയെടുത്ത് പഠിക്കുക. വേർ ഡസ് ദ മെക്കാനിക്കൽ ഡൈജഷൻസ് ആൻഡ് കെമിക്കൽ ഡൈജഷൻസ് ഒക്വയർ ഇൻ ഹ്യൂമൻസ്? മനുഷ്യനിൽ യാന്ത്രിക ദഹനവും രാസീയ ദഹനവും സംഭവിക്കുന്നത് എവിടെയെല്ലാം വെച്ചാണ്? മൗത്ത്, സ്റ്റൊമക്ക് ആൻഡ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ. അതായത് ദ ടീത്ത് ഇൻ ദ മൗത്ത് ഹെൽപ്പ് ഇൻ ബൈറ്റിംഗ് ആൻഡ് ച്യൂയിങ് ദ ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടങ്. The peristalsis of the stomach wall causes the food of become a paste form. Peristalsis and segmentations in the small intestine help food move and mix with digestive juice. ആ 3 പോയിന്റ് പഠിച്ചിരിക്കണം. അതായത് മനുഷ്യനിൽ യാന്ത്രിക ദഹനവും രാസിക ദഹനവും സംഭവിക്കുന്നത് എവിടെയെല്ലാം വെച്ചാണ്? ഫസ്റ്റ് മൗത്ത്, അതിനുശേഷം സ്റ്റൊമക്കിൽ, അതിനുശേഷം സ്മാൾ ഇൻറ്റസ്റ്റിന്. അതിനെക്കുറിച്ച് 3 എണ്ണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് വായ്, ആമാശയം, ചെറുകുടൽ. വായിൽ വെച്ച് എന്താ? വായിലെ പല്ലുകൾ നാക്കിൻ്റെ സഹായത്തോടെ ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. എന്നാൽ ആമാശയഭിത്തിയിലൂടെ പെരിസ്റ്റാൾസിസ് മൂലം ആഹാരം കുഴമ്പ് രൂപത്തിൽ ആക്കുന്നു. 3, ചെറുകുടലിലെ പെരിസ്റ്റാൾസിസ് സെഗ്മെന്റേഷൻ പ്രവർത്തനങ്ങൾ ആഹാരം നീങ്ങാനും ദഹനരസവുമായിട്ട് കലരാനും സഹായകമാണ്. ആ 3 എണ്ണമൊക്കെ ആണല്ലോ. അടുത്ത, പശുക്കളിലെ ആമാശയത്തിന് എത്ര അറകളുണ്ടെന്ന് ചോദിക്കാം. 4 അറകളുണ്ട്. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. അത് നമ്മുടെ ടെസ്റ്റിലുണ്ട് കുഞ്ഞുങ്ങളെ. വൃത്തിയായിട്ട് ആ സ്പെല്ലിംഗ് ഒക്കെ നല്ലപോലെ പഠിച്ചോണേ. 13. ഓക്കെ, 14ാമത്തെ സ്ട്രക്ചർ ഓഫ് ടീത്ത്. ഇനി നമ്മൾ ടൂത്തിനെ കുറിച്ചാണ്. ടീത്ത് മീൻസ് ഒരെണ്ണം, ടൂത്ത് അല്ലേ. ഇനാമൽ, വൈറ്റ്, ഹാർഡസ്റ്റ്, ഡെഡ് ഔട്ടർ പാർട്ട് എന്ന് വെച്ചാൽ ഇനാമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണെന്ന് ഓർത്ത് വെച്ചേക്കണോ നിങ്ങളെ. 1 മാർക്കിൻ്റെ അതായത് 1 വേർഡായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണെന്ന് വെച്ചാൽ ഇനാമലാണ് കേട്ടോ. പല്ലിൻ്റെ പുറം കവചമാണ്, അത് നിർജീവവുമാണ് കേട്ടോ. ഡെഡ് ഔട്ടർ പാർട്ടാണ്. ഇനി ഡെൻഡൈൻ എന്ന് വെച്ചാൽ എന്താണ്? ഡെൻഡൈന് ലിവിങ് ടിഷ്യൂ വിച്ച് ഫോം ദ ടൂത്ത്. ഡെൻഡൈൻ എന്ന് വെച്ചാൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. ഇതെല്ലാം 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി പൾപ്പ് കാവിറ്റി എന്നാൽ എന്താണ്? ദ ഇന്നർമോസ്റ്റ് കാവിറ്റി വെയർ ദ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ഓർ പൾപ്പ് സീൻ. ബ്ലഡ് വെസൽസ്, നെർവ് ഫൈബർ ആൻഡ് ഓഡൻഡോബ്ലാസ്റ്റ് എന്നാണ് കേട്ടോ. BLAST, ബ്ലാസ്റ്റ് സെൽസ് ആൾസോ സീൻ ഹിയർ. പൾപ്പ് ക്യാവിറ്റിയുടെ കാര്യങ്ങളാണ് ആ 3 എണ്ണവും പഠിച്ചേ. പല്ലിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോന്നിനെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദഹനം നടക്കുന്നത് 2 എണ്ണം ഉണ്ട്. കെമിക്കലും ഉണ്ട്, മെക്കാനിക്കലും ഉണ്ടെന്ന് പറഞ്ഞു. വായു, സ്റ്റൊമക്ക്, സ്മാൾ ഇൻറ്റെസ്റ്റിനെ കുറിച്ചാണ് മുമ്പ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പല്ലിലോട്ട് കയറിയിട്ടുണ്ട്. പല്ലിൻ്റെ ഇനാമലുണ്ട്, ഡെൻഡൈൻ ഉണ്ട്, പൾപ്പ് ക്യാവിറ്റി ഉണ്ട്. ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പൾപ്പ് ക്യാവിറ്റി അല്ലേ, പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗത്താണ് ഈ പൾപ്പ് എന്ന മൃദുവായ യോജനകല കാണപ്പെടുന്നത് കേട്ടോ. അതുപോലെ രക്തക്കുഴലുകൾ, നാഡികൾ, ഓഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇനി 3 ഔട്ടർ റീജിയൻ ഓഫ് എ ടൂത്ത്.
ബാഹ്യമായി പല്ലിൻ്റെ 3 ഭാഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. നെക്ക്, ക്രൗൺ, റൂട്ട് അല്ലേ. ദന്തഗളം, ദന്തമകുടം, ക്രൗൺ എന്ന് വെച്ചാൽ മകുടം അല്ലേ, ദന്തമൂലം എന്ന് വെച്ചാൽ റൂട്ട് വേര് കേട്ടോ. അതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്താണ് സിമൻറ്റം? പണിക്ക് വാർപ്പിൻ്റെ പണിക്കിൻ്റെ സിമെൻറ്റ്, ആ സിമെൻ്റ് അല്ല കുഞ്ഞുങ്ങളെ. കാൽസ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ ഗമ്മ. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണോ കുഞ്ഞുങ്ങളെ സിമൻറ്റം കേട്ടോ. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമൻറ്റം. അടുത്തത് ദ ഡാഷ് പ്രസൻറ്റ് ഇൻ ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് റിറ്റെയിൻ ഫുഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. ആഹാരം മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നത് ഏത് പേശിയാണ്? നമ്മൾ ആഹാരം വയറ്റിലോട്ടിട്ട് കൊടുക്കില്ലേ, നമ്മുടെ വയറിനുള്ളിൽ ആഹാരം ഇല്ലേ, അത് അതിനെ നിലനിർത്താൻ, അതവിടെ ഉണ്ടല്ലോ, ആമാശയത്തിൽ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നത് വലയ പേശി അല്ലെങ്കിൽ സർക്കുലാർ മസിൽസുകളാണ് കേട്ടോ. വലയ പേശി അല്ലെങ്കിൽ സർക്കുലാർ മസിൽസ്. 17. 18ാമത്തെ ചോദ്യം, വാട്ട് തിങ്സ് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ് ഡെന്റൽ ഹെൽത്ത് കെയർ? അതായത് പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? വാഷ് യുവർ മൗത്ത് ആൻഡ് ബ്രഷ് യുവർ ടീത്ത് ആഫ്റ്റർ ഈറ്റിംഗ്. റെഡ്യൂസ് ഷുഗർ ആൻഡ് അസിഡിക് ഫുഡ്. അവോയ്ഡ് സ്മോക്കിംഗ്. വിസിറ്റ് ദ ഡെന്റിസ്റ്റ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ. ഇൻസ്പെക്ട് ആൻഡ് ക്ലീൻ. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം വായ കഴുകുക. എന്തൊക്കെയാണെന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം വായ നല്ലതുപോലെ കഴുകുക, പല്ല് തേക്കുക, പഞ്ചസാരയും അമിത അസിഡിറ്റിയും അടങ്ങിയ ഭക്ഷണം കുറയ്ക്കുക, പുകവലി ഒഴിവാക്കുക, വർഷത്തിൽ 2 തവണയെങ്കിലും ഏതെങ്കിലും ദന്ത ഡോക്ടറെ നമ്മൾ സന്ദർശിച്ചിട്ട് പല്ല് പരിശോധന നടത്തുകയും വൃത്തിയാക്കുകയും ചെയ്യുക എന്നതാണ് ഇത്. ഹൗ ഡസ് ദ യു ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ. യുവുള, ആ പേര് നിങ്ങൾ നോക്കണേ. യുവുള ആൻഡ് എപ്പിഗ്ലോട്ടിസ്, ആ പേരൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും. ഈ യുവുള എന്ന് വെച്ചാൽ ചെറുനാക്കുണ്ടല്ലോ, നമ്മുടെ അണ്ണാക്കിലെ ചെറുനാക്കിനാണ് യുവുള എന്ന് പറയുന്നത് കേട്ടോ. എപ്പിഗ്ലോട്ടിസ്, ആ പേരൊക്കെ കണ്ടോ. അത് ഹെൽപ്പ് ഇൻ സ്വാളോയിങ് ഫുഡ്. നമ്മൾ എന്തെങ്കിലും ആഹാരം വിഴുങ്ങുമ്പോൾ നമ്മുടെ ഗ്രസനയിൽ കാണുന്ന ചെറുനാക്ക്, അതിനാണ് ഉവ്യൂള അല്ലെ, ചെറുനാക്കും എപ്പിഗ്ലോട്ടിസും സഹായകമാകുന്നത് എപ്രകാരമാണ് എന്നൊരു ചോദ്യമുണ്ട്. ടെസ്റ്റിൽ അതിൻ്റെ പടം ഉൾപ്പെടെയുണ്ട്. ദ ഒവ്യൂള ക്ലോസ് ദ നാസൽ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺ ടു ദ ഈസോഫഗസ് സോ ഫുഡ് ഡസ് നോട്ട് ഗോ ദെയർ. എപ്പിഗ്ലോട്ടിസ് ആക്ട് ആസ് എ ലിഡ് ഓവർ ദ ട്രാക്കിയ. അതായത് നമ്മുടെ ഗ്രസനിയിലേക്ക് തുറക്കുന്ന ഈ നമ്മൾ ഇങ്ങനെ നല്ലപോലെ തുറന്നിട്ട് നാക്ക് വെളിയിൽ, നമ്മൾ ആഹാരം കഴിക്കാൻ നേരം നാക്ക് കുറച്ച് വെളിയിലോട്ട് കാണിക്കില്ലേ, അങ്ങനെ നാക്ക് വെളിയിലോട്ട് വരാൻ നേരം ഈ മേളത്തെ അതങ്ങ് അടയും കേട്ടോ. രസനയിലേക്ക് തുറക്കുന്ന നാസ ഗഹ്വരത്തെ ചെറുനാക്ക്, അതായത് ഒവ്യൂള അടയ്ക്കുന്നതിനാൽ ആഹാരം അങ്ങോട്ട് പോകുന്നില്ല. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ എപ്പിഗ്ലോട്ടിസ് ഒരു അടപ്പ് പോലെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഓർത്തോണം കേട്ടോ. അതൊക്കെ ഈ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് നോട്ടും ഉള്ള ഒരു പാഠമാണ് ഇത് കേട്ടോ. നമ്മുടെ 1ലും 2ലും ഇത്രയില്ലായിരുന്നു, പക്ഷേ ഒന്നിലില്ലായിരുന്നു അല്ലേ. ഇത് 2 ഒരുപാടുള്ളതാണ്. ദ റീസൺസ് ഫോർ സേയിങ് ഡോണ്ട് ടോക്ക് വൈൽ ഈറ്റിംഗ് ഈസ്. ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇഫ് യു ടോക്ക് വൈൽ ഈറ്റിംഗ് ദ എപ്പിഗ്ലോട്ടിസ് വിൽ നോട്ട് ക്ലോസ് ആൻഡ് ദ ഫുഡ് വിൽ പാസ് ഇൻ ടു ദ വിൻ പൈപ്പ് കോസിങ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. അതായത് ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ സംസാരിച്ചാൽ നമ്മുടെ എപ്പിഗ്ലോട്ടിസ് അടയാതെ വരികയും, കാരണം നമ്മൾ വാ തുറന്ന് നാക്ക് കുറച്ച് വെളിയിലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ വായിലോട്ട് വല്ലതും ഇട്ട് കൊടുക്കുന്നത് അല്ലേ, ഇല്ലയോ? വായിലോട്ടിട്ട് ഇപ്പം നാക്ക് വെളിയിലോട്ട് ഇട്ടില്ലെങ്കിലും അത് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ നിങ്ങൾ വാവച്ച് തന്നെ ഒന്ന് നോക്കിയാൽ മതി. എന്താണ് അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളതുപോലെയല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചാൽ എപ്പിഗ്ലോട്ടിസ് അടയാതെ വരികയും ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടന്ന് ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മൾ സ്കൂളുകളിലൊക്കെ ടീച്ചർമാരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ലേ, കാര്യം പറയാതിരുന്ന് കഴിക്കുക, മിണ്ടാതിരുന്ന് കഴിക്കുക എന്നൊക്കെ പറയത്തില്ലേ. ഓക്കെ, അടുത്ത പേജ് നമ്പർ 32 കുറിച്ച് എക്സ്പ്ലെയിൻ ആണ്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ്. ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്നത് അന്നനാളത്തിന് എന്ത് സഹായകമാണ്? പെരിസ്റ്റാൾസിസ്. പേരൊക്കെ ഓർത്തു വെച്ചോണേ. ദ ഡാഷ് ഓഫ് ദ ഈസോഫഗസ് ഹെൽപ്പ് ഇൻ ബ്രിങ്ങിങ് ദ ഫുഡ് ടു ദ സ്റ്റൊമക്ക്. പെരിസ്റ്റാൾസിസ് സ്പെല്ലിംഗ് പഠിച്ചോണേ. ദ കോമ്പോണൻറ്റ്സ് ഓഫ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. ആമാശയരസത്തിൻ്റെ ഘടകങ്ങൾ, ഓരോന്നിൻ്റെയും ഫംഗ്ഷനും എഴുതാൻ, ധർമ്മങ്ങൾ നോക്കിയില്ലേ. 1 ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയരസത്തിലെ ഘടകങ്ങളാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്,
പെപ്സിൻ എന്ന് പറയുന്നത് എൻസൈം, നമ്മുടെ ടെസ്റ്റിൽ തന്നെ അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ശ്ലേഷ്മം കേട്ടോ, ശ്ലേഷ്മം ഇതൊക്കെയാണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താണ്? രോഗാണുക്കളെ, നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അതിൻ്റെ നമ്മുടെ കഴിക്കുന്നതിൻ്റെ pH ഒക്കെ ക്രമീകരിക്കുന്നതും അതാണ്. ഇനി പെപ്സിൻ എന്ന് വെച്ചാൽ പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ശ്ലേഷ്മം എന്ന് വെച്ചാൽ ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് വെച്ചാൽ ദ എൻസൈംസ് പെപ്സിൻ ആൻഡ് മ്യൂക്കസ്. HCl ഡിസ്ട്രോയ്സ് ജെംസ് ഇൻ ദ ഫുഡ്, റെഗുലേറ്റ് ഇറ്റ്സ് pH. പെപ്സിൻ പാർഷ്യലി ഡൈജസ്റ്റ് പ്രോട്ടീൻസ്. മ്യൂക്കസ് പ്രൊട്ടക്ട് ദ സ്റ്റൊമക്ക് വാൾ ഫ്രം ദ ആക്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസ്. അതിൻ്റെ മലയാളം ഇംഗ്ലീഷും ഉണ്ട്, നിങ്ങൾ അർത്ഥം ഉണ്ട്. ദ ഡൈജസ്റ്റീവ് ജ്യൂസ് ഓഫ് ലിവർ, ഇറ്റ്സ് ഫങ്ഷൻസ്. നമ്മുടെ കരളുണ്ടല്ലോ, ലിവർ, ആ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസവും അതിൻ്റെ ഫങ്ഷനും അതിൻ്റെ ധർമ്മവും, അതായത് ബൈലിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച നമ്മുടെ വിരൽ പോലെ അല്ലേ, ഇങ്ങനെ വിരൽ പോലെ ഇരിക്കുന്നതാണ്, അതിങ്ങനെ ഞൊളച്ചിരിക്കുന്നത് അറിയോ. ബൈൽ ത്രൂ ഇറ്റ് ഹാസ് നോ എൻസൈം, ഇറ്റ് ബ്രേക്സ് ഫാറ്റ്സ് ഇൻ ടു സ്മാളർ പാർട്ടിക്കിൾസ് ആൻഡ് റെഗുലേറ്റ് ദ pH ഓഫ് ഫുഡ്. അതായത് നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പിത്തരസമാണ്. ഇതിൽ എൻസൈമുകൾ ഇല്ലെങ്കിലും കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്നു കേട്ടോ. ഇത് ബൈലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എൻസൈമുകൾ കേട്ടോ, പിത്തരസം, ബൈലിൻ്റെ മലയാളം എന്താണ്? പിത്തരസം. ഇതിൽ എൻസൈമുകൾ ഇല്ലെങ്കിലും കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്നു കേട്ടോ. ഇതിൽ pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. pH ക്രമീകരിക്കുന്ന വേറൊരാളുണ്ടായിരുന്ന ആരാ? ഹൈഡ്രോക്ലോറിക് ആസിഡ് കേട്ടോ. അതുപോലെയാണ് നമ്മുടെ ബൈല് കേട്ടോ. 25ാമത്തെ ചോദ്യം, ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കുഞ്ഞാൽ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവറാണ് കേട്ടോ. ലാർജസ്റ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ബൈല് ലിവർ. അടുത്ത ഗാൾ ബ്ലാഡർ. പിത്താശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈൽ ഈസ് സ്റ്റോർഡ് ആൻഡ് മിക്സ്ഡ് വിത്ത് ദ ബ്ലഡ്. പിത്തരസം സംഭരിച്ചിട്ട് രക്തത്തിലേക്ക് കലർത്തുന്നു. ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ഫില്ലപ്പിന് ചോദിക്കും. പാൻക്രിയാസ് എന്ന് വെച്ചാൽ പ്രൊഡ്യൂസസ് ഡൈജസ്റ്റീവ് ജ്യൂസ് കണ്ടെയ്നിങ് വേരിയസ് എൻസൈംസുകൾ, വിവിധ എൻസൈമുകൾ അടങ്ങിയ ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നു കേട്ടോ. അടുത്തത് ഡിയോഡനം എന്ന് വെച്ചാൽ പക്വാശയം എന്നാണ് അതിൻ്റെ മലയാളം. ഡിയോഡനം എന്ന് വെച്ചാൽ പക്വാശയം. ദ പാർട്ട് വെയർ ബൈൽ ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസ് മിക്സ് ഇൻ ദ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ. പിത്തരസവും പാൻക്രിയാറ്റിക് ജ്യൂസും ചെറുകുടലിൽ കലരുന്ന ഭാഗം കേട്ടോ. 28. അടുത്ത 29, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സാൾട്ട് ലെഫ്റ്റ് അൺഅബ്സോർബ്ഡ് ഇൻ ദ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ ടേക്ക് പ്ലേസ് ഇൻ ഡാഷ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ. അതായത് നമ്മുടെ ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടാതെ അവശേഷിക്കുന്ന ജലത്തിൻ്റെയും ലവണത്തിൻ്റെയും ആഗിരണം നടക്കുന്നത് എന്തിൽ വെച്ചാണെന്ന്? വൻകുടലിൽ വെച്ചാണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ അല്ലേ. നമ്മുടെ ചെറുകുടലിൽ വെച്ച് അല്ലേ ആഗീരണം ചെയ്യപ്പെടാതെ എന്ന് വെച്ചാൽ പ്രവർത്തനമൊന്നും ചെയ്യപ്പെടാതെ അവശേഷിക്കുന്ന ജലത്തിൻ്റെയും ലവണത്തിൻ്റെയും ആഗീരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ് കേട്ടോ, ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ വെച്ചാൽ. ഇനി ചില ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി വൻകുടലിനകത്ത് ഉണ്ടാകുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബി കോംപ്ലക്സും വിറ്റാമിൻ കെയും. അതായത് വൈറ്റമിൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആസ് എ റിസൾട്ട് ഓഫ് എ ആക്ഷൻ ഓഫ് സർട്ടൻ ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ ബി ആൻഡ് വിറ്റാമിൻ കെ. ബി കോംപ്ലക്സ് ആണ്. ഓക്കെ, അടുത്ത സ്പെഷ്യൽ പാർട്ട് ഇൻ ദ ഇന്നർ ലൈനിങ് ഓഫ് ദ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ ഫോർ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. പോഷകഘടകങ്ങളുടെ ആഗീരണത്തിനായി ചെറുകുടലിൻ്റെ ഉൾഭിത്തിയിലുള്ള ഭാഗം വില്ലി അല്ലെങ്കിൽ വില്ലസുകളാണ്. 31. അടുത്ത എന്താണ് വില്ലസുകൾ എന്നാൽ? വില്ലസ് അല്ലേ, വില്ലസ് എന്നും വില്ലീസ് എന്നും ഒക്കെ ഓരോരുത്തരും നോക്കിയേ. The presence of numerous finger like willies increases the area of absorption. Moreover, the primary surface of each villus is composed of single layer of epithelial cells that enhances easy absorption. Blood capillaries formed from the branch of artery joined together and exist as a vein. അതായത് 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെൻറ്റിമീറ്റർ വ്യാസമുള്ളതുമായ നീണ്ടു ചുരുണ്ടതും പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ. ഇതിൻ്റെ ആദ്യ ഭാഗമാണ് പക്വാശയം. ചെറുകുടലിൻ്റെ സവിശേഷ ഘടന ദഹനത്തിനും ആഗീരണ പ്രക്രിയയ്ക്കും ഏറെ സഹായകമാണ്. ഉൾഭിത്തിയിലുടനീളം വിരൽ പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇതാണ് വില്ലസുകൾ.
ചെറുകുടലിലെ ആകീർണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ മലയാളം ഉണ്ടേ കുഞ്ഞുങ്ങളെ. എന്താണ് വില്ലസ് എന്നാൽ എന്താണ്? ഇവിടെ മുതൽ ഇവിടെ വരെ. കണ്ടോ? വില്ലീസിൻ്റെ ഇംഗ്ലീഷ് ഇവിടെ മുതൽ ഇവിടെ വരെ. സമാധാനത്തെ എഴുതിയെടുക്കണം. ഓക്കെ. ലോമികകൾ എന്നാൽ എന്താണെന്ന് ചോദിക്കും കേട്ടോ. ലോമികകൾ എന്താണ്? നമ്മുടെ ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് ലോമികളായിട്ട് രൂപപ്പെടുന്നു. സിരകൾ എന്ന് വെച്ചാൽ ലോമികകൾ കൂടി ചേർന്ന് സിരയായിട്ട് പുറത്തു പോവുകയും ചെയ്യുന്നു കേട്ടോ. അതിനെക്കുറിച്ച് നമ്മുടെ ടെസ്റ്റിലുണ്ട്, വെയിനെ കുറിച്ചും ആർട്ടറിയെ കുറിച്ചും ഒക്കെ കേട്ടോ. ലാക്റ്റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ഒരു മാർഗം ചോദിക്കും, എന്ത് ഈ ലാക്റ്റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാക്റ്റിയൽ കേട്ടോ. 34 ഓക്കെ. 35 ഇനി നമ്മൾ ബ്ലഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ എന്തോ വില്ലസിനെ വയറ്റിനകത്തിൽ വയറിനകത്തിലെ കുറിച്ച് പറഞ്ഞു, വില്ലസ്, ആമാശയം, ബൈല് അല്ലേ, പിന്നെ എന്താ പല്ലിനെ കുറിച്ച് പഠിച്ചു, പിന്നെ പല്ലിനകത്തിലെ ഡെൻറ്റൈൻ, അതിൻ്റെ പല ഭാഗങ്ങളെ, വായ, മൗത്ത്, ഇങ്ങനെയൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച് ഓരോന്നിനെ കുറിച്ചും പഠിച്ചു വരികയാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ബ്ലഡിനെ കുറിച്ചാണ് കേട്ടോ. കോമ്പോണൻസ് ഓഫ് ബ്ലഡ്, ഫങ്ഷൻസ് ഓഫ് ഈച്ച്. നോക്കുന്നില്ല, പ്ലാസ്മ. ഫസ്റ്റ് പ്ലാസ്മ ബ്ലഡ് സെല്ല് ടെസ്റ്റിൽ അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. 55% നമ്മുടെ ശരീരത്തിൽ പ്ലാസ്മയാണ്, ബാക്കി 45% ബ്ലഡ് സെല്ലാണ്. നോക്കിയേ, വാട്ടർ, പ്രോട്ടീൻസ്, ആൽബുമിൻ, ഗ്ലോബുമിൻ, ഫൈബ്രിനോജൻ ആൻഡ് അതർ കോമ്പോണൻസ്. റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ് സെൽസ്. ഇനി ആൽബുമിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഈ ആൽബുമിന്? നമ്മുടെ പ്ലാസ്മയ്ക്കകത്തുള്ള ആൽബുമിനില്ലേ എന്താ? ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ. എന്നാൽ ഗ്ലോബുമിനോ ഹെൽപ്പ് ഡിസീസ് റെസിസ്റ്റൻസിന്. ഫൈബ്രിനോജനോ ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. റെഡ് ബ്ലഡ് സെൽസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ? ട്രാൻസ്പോർട്ട് O2 CO2, കാർബൺ ഡയോക്സൈഡിനെയും ഓക്സിജനെയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത് റെഡ് ബ്ലഡ് സെൽസ്. വൈറ്റിൻ്റെ ജോലി എന്താ? ഹെൽപ്പ് ഡിസീസ് റെസിസ്റ്റൻസ് കേട്ടോ. ഹെൽപ്പ് ഇൻ ഡിസീസ് റെസിസ്റ്റൻസ്. പ്ലേറ്റ്ലെറ്റോ ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേറ്റ്ലെറ്റിൻ്റെ ജോലി, അതുപോലെ ഫൈബ്രിനോജൻ്റെ ജോലി എന്താണ്? ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. പ്ലേറ്റ്ലെറ്റും എന്താണ്? ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. ഓക്കെ ആണോ? ഇംഗ്ലീഷ് അതുപോലെ എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. അതിൻ്റെ മലയാളം നോക്കിയേ. രക്തത്തിലെ ഘടകങ്ങൾ, അതായത് 55% ജലം, പ്രോട്ടീനുകൾ, മറ്റ് ഘടകങ്ങൾ. രക്തകോശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്. ആൽബുമിൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. ഗ്ലോബുലിൻ എന്ന് വെച്ചാൽ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ചുവന്ന രക്തകോശങ്ങൾ എന്ന് വെച്ചാൽ O2 CO2 സംവേദനം. കാർബൺ ഡയോക്സൈഡിനാണ് O2 CO2 ഓക്സിജൻ O2, കാർബൺ ഡയോക്സൈഡിന് CO2. വെളുത്ത രക്തകോശങ്ങൾ എന്ന് വെച്ചാൽ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. പ്ലേറ്റ്ലെറ്റ് എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ഹൗ ഈസ് എ ടിഷ്യൂ ഫ്ലൂയിഡ് ഫോംഡ് ബിറ്റ്വീൻ സെല്ല്? ഹൗ ഈസ് ടിഷ്യൂ ഫ്ലൂയിഡ് ഫോംഡ് ബിറ്റ്വീൻ സെൽസ്? നോക്കി കുഞ്ഞുങ്ങളെ, കോശങ്ങൾക്കിടയിലായി കാണപ്പെടുന്ന ടിഷ്യൂ ദ്രവം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? രക്തലോമികളുടെ ചെറു സുഷിരങ്ങളിലൂടെ പോഷക ഘടകങ്ങളും ഓക്സിജനുമായിട്ട് കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്ന രക്തത്തിലെ ദ്രാവക ഭാഗമാണ് ഈ ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. ടിഷ്യൂ ഫ്ലൂയിഡ് ഈസ് ഫോംഡ് ഫ്രം എ ബ്ലഡ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഓഫ് ദ കാപ്പിലറി വാൾസ് വെൻ ബ്ലഡ് ഫ്ലോസ്. കണ്ടോ ചോദ്യം? കണ്ടോണേ, ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അതിൻ്റെ ഇംഗ്ലീഷും മലയാളം ചോദ്യം, മലയാളം ഉത്തരം, ഇംഗ്ലീഷ് ഉത്തരം എല്ലാം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടോ നിങ്ങളെ. അടുത്ത 37ാമത്തെ ചോദ്യം, ഹൗ ഈസ് ലിംഫ് ഫോംഡ്? എങ്ങനെയാണ് ലിംഫ് ഫോം ചെയ്യുന്നത്? ഹൗ ഈസ് ലിംഫ് ഫോംഡ്? ലിംഫ് രൂപപ്പെടുന്നത് എങ്ങനെ? ലിംഫ് ഈസ് ഫോംഡ് വെൻ എ ഫ്യൂ പാർട്ട് ഓഫ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ദ ലിംഫ് കാപ്പിലറി സെറ്റ്. ടിഷ്യൂ ദ്രവത്തിൻ്റെ ഒരു ഭാഗം ലിംഫ് രോമുകളിലേക്ക് പ്രവേശിച്ച് ലിംഫ് ഉണ്ടാകുന്നു. അടുത്ത, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ലിംഫ് ഈസ് സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട്? നമ്മുടെ പദാർത്ഥ സംവഹനത്തിൽ ടിഷ്യൂ ദ്രവത്തിൻ്റെയും ലിംഫിൻ്റെയും പ്രാധാന്യം എന്തെല്ലാമാണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രാധാന്യം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. രക്തവും കോശങ്ങളും തമ്മിലുള്ള പദാർത്ഥ വിനിമയം ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് നടക്കുന്നത്. എന്നാൽ കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നത് ലിംഫിലൂടെയും. ഈ ലിംഫിലുള്ള ചില വെളുത്ത രക്തകോശങ്ങൾ രോഗപ്രതിരോധത്തിനും സഹായകമാണ്. മലയാളം കണ്ടോ? ഇംഗ്ലീഷ്, ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സെൽസ് ടേക്ക് പ്ലേസ് ത്രൂ ടിഷ്യൂ ഫ്ലൂയിഡ്. സിമ്പിൾ കോമ്പോണൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫാറ്റ് ഡൈജഷൻസ് ആൻഡ് ഫാറ്റ് സ്യൂട്ടബിൾ വിറ്റാമിൻസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ലിംഫ്. സം ഓഫ് ദ വൈറ്റ് ബ്ലഡ് സെൽസ് സീൻ ഇൻ ദ ലിംഫ് ഹെൽപ്പ് ടു റെസിസ്റ്റ് ജേംസ്. എൻ്റെ കുഞ്ഞുങ്ങളെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ മൊത്തം വേണ്ടതുണ്ട് കേട്ടോ. നിങ്ങൾ സമാധാനത്തെ എഴുതിയെടുത്തോണേ. 39ാമത്തെ ചോദ്യം 39 നോക്കൂ. ഹൗ
ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ഇൻ്റർസെല്ലുലാർ സ്പേസ്. ടിഷ്യൂ ദ്രവത്തിൻ്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? A portion of the tissue fluid which was formed from blood returned to the blood through the capillaries. A few portions of tissue fluid enters the lymph and the lacteals to form lymph. അല്ലേ? എന്ന് വെച്ചാൽ രക്തത്തിൽ നിന്നും ഉണ്ടാകുന്ന ടിഷ്യൂ ദ്രവത്തിൽ ഒരു ഭാഗം തിരികെ രക്തലോമികളിലൂടെ ആ പടത്തി കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. രക്തത്തിൽ നിന്നും ഉണ്ടാകുന്ന ടിഷ്യൂ ദ്രവത്തിൽ ഒരു ഭാഗം തിരികെ രക്തലോമികളിലൂടെ രക്തത്തിലേക്ക് തന്നെ എത്തുന്നു. കുറച്ചു ഭാഗം ലിംഫ് ഫോമിലേക്കും പ്രവേശിച്ച് ലിംഫായിട്ട് അത് സംവഹനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. എഴുതാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. 39. അടുത്ത 40. ലിംഫ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? പാർട്ട് ഓഫ് ദ ലിംഫ് സിസ്റ്റംസ് ഇൻക്ലൂഡ് ലിംഫ് വാഹികൾ, ലിംഫ് ലോഡുകൾ, സ്പ്ലിന്ന്, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി. ലിംഫ് വെസൽ, ലിംഫ് നോഡ്സ്, സ്പ്ലീൻ കേട്ടോ, ബോൺ മാരോ, അസ്ഥിമജ്ജ, തൈമസ് ഗ്ലാൻഡ്, തൈമസ് ഗ്രന്ഥി അല്ലെ തൈമസ് ഗ്ലാൻഡ്സ്. അടുത്തത് നമ്മൾ ബ്ലഡ് വെസൽസിനെ കുറിച്ചാണ് ഇനി പഠിക്കുന്നത്. വേരിയസ് കൈൻഡ്സ് ഓഫ് ബ്ലഡ് സെൽസ്. ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. ആർട്ടറീസ് എന്ന് വെച്ചാൽ ധമനികൾ എന്നാണ് മലയാളം. വെയിൻ എന്ന് വെച്ചാൽ സിരകൾ എന്നാണ്. കാപ്പിലറീസ് എന്ന് വെച്ചാൽ ലോമികകൾ എന്നാണ് കേട്ടോ. ഇത് നല്ലതുപോലെ പഠിക്കണം. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. അതായത് വേരിയസ് കൈൻഡ്സ് ഓഫ് ബ്ലഡ് വെസൽസ്. ടെസ്റ്റിൽ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ബ്ലഡ് വെസൽസ് കേട്ടോ. കാണിക്കണോ? അറിയാമല്ലോ, നമ്മളിതൊക്കെ നേരത്തെ എടുത്തുകൊണ്ട് ഞാൻ ടെസ്റ്റ് ഒന്നും കാണിക്കാൻ കേട്ടോ. പുതിയത് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ടെസ്റ്റ് എടുത്ത് കാണിക്കാൻ കുഞ്ഞുങ്ങളെ. ആർട്ടറീസ് എന്താണ്? വെസൽസ് ദാറ്റ് ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട്, തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ്, ബ്ലഡ് ഫ്ലോ വിത്ത് ഹൈ പ്രഷർ ആൻഡ് ഹൈ സ്പീഡ്. ധമനികൾ എന്നാൽ എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന കുഴലുകളാണ്. ഇത് കട്ടി കൂടിയതും ഇലാസ്തികതയുമുള്ള ഭിത്തിയാണ്. ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും രക്തം ഒഴുകുന്നുണ്ട് എന്നതാണ് ആർട്ടറിയുടെ പ്രത്യേകത. എന്നാൽ വെയിനോ? The vessels that carries blood to the heart, thin wall, valvar seen, blood flow with low pressure and low speed. ഈ ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴൽ തിരിഞ്ഞു പോകല്ലേ, ആർട്ടറീസും വെയിൻസും കൂടെ തിരിഞ്ഞു പോകല്ലേ. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളാണ് സിരകൾ അല്ലെങ്കിൽ വെയിനുകൾ. കട്ടി കുറഞ്ഞ ഭിത്തിയാണ് അതിൻ്റെ കേട്ടോ. വാൽവുകളുണ്ട്. കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും രക്തം ഒഴുകുകയുണ്ട്. കുറേശ്ശെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇനി കാപ്പിലറീസ് അല്ലെങ്കിൽ ധമനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വെസൽസ് ദാറ്റ് കണക്ട് ആർട്ടറി ആൻഡ് വെയിൻസ്. ഈ ആർട്ടറിയും വെയിനും ഉണ്ടല്ലോ, ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ കുഴലുകളാണ് കുഞ്ഞുങ്ങളെ ഈ കാപ്പിലറീസ് എന്ന് വെച്ചാൽ. ദ വാൾ ഹാവിങ് മൈന്യൂട്ട് പോർസ് ഈസ് ഫോംഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്, ബ്ലഡ് ഫ്ലോ വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്. ഈ വെയിൻ്റെ കാര്യം പറഞ്ഞ പോലെ ലോ പ്രഷറും ലോ സ്പീഡുമാണ് അതിന്. മനസ്സിലായോ? അതിൻ്റെ മലയാളമാണിത്. ധമനികൾ എന്ന് വെച്ചാൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന കുഴലുകൾ. കട്ടി കൂടിയതും ഇലാസ്തികതയുമുള്ള ഭിത്തിയാണ്. ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും രക്തം ഒഴുകുന്നു. സിരകൾ എന്ന് വെച്ചാൽ ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളാണ്. കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. വാൽവുകളുണ്ട്. കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും രക്തം ഒഴുകുന്നുണ്ട്. ഇനി ലോമികൾ എന്ന് വെച്ചാൽ ധമനിയെയും സിരയെയും തമ്മിൽ മീൻസ് ആർട്ടറിയെയും വെയിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറുകുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത്. ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ളതും സൂക്ഷ്മ സുഷിരങ്ങളോട് കൂടിയതുമായ ഭിത്തിയാണ്. കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഈ രക്തം ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? എഴുതിയെടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ. 41 നമ്മൾ കഴിഞ്ഞു. 40, 41. ഓക്കെ. 42. ഹൗ ആർ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ഫ്രം ദ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ. ചെറുകുടലിൽ നിന്നും ലഘുപോഷക ഘടകങ്ങൾ സംവഹനം ചെയ്യപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? ചെറുകുടലിൽ നിന്ന് ലഘുപോഷക ഘടകങ്ങൾ സംവഹനം ചെയ്യപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? ഇതൊക്കെ 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയൊക്കെയാണ്? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ഫ്രം ദ ഡൈജഷൻസ് ഓഫ് ഫാറ്റ് എൻ്റർ ദ ലിംഫ് ത്രൂ ദ ലാക്റ്റിയ. ആ പേരൊക്കെ നോക്കണേ. ലാക്റ്റിയൽ ഇൻ ദ വില്ലി ഫ്രം ദ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ ആൻഡ് ഗ്രാജുവലി റീച്ച് ദ ബ്ലഡ് ഇൻ ദ വെനേക്കാവ കേട്ടോ. വെനേക്കാവ. ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ് ട്രാവൽ ത്രൂ ബ്ലഡ് കാപ്പിലറീസ് ഇൻ ദ വില്ലി ടു ദ ലിവർ via the portal veins and from there to the vena cava through the hepatic vein. ഇംഗ്ലീഷ് മീഡിയക്കാർ അത്രയും എഴുതണം കേട്ടോ. ആ രണ്ട് ഇത്രയും എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും തന്നെ എഴുതണം. ചെറുകുടലിൽ നിന്നും ലഘുപോഷക ഘടകങ്ങൾ സംവഹനം ചെയ്യപ്പെടുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ എഴുതണം. അതിൻ്റെ മലയാളം നോക്കൂ നിങ്ങളെ. നമ്മുടെ ചെറുകുടലിൽ നിന്നും
നമ്മുടെ വില്ലസൊക്കെ എന്തോന്ന് പടം ഉൾപ്പെടെ ടെസ്റ്റ് തന്നിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി പഠിച്ചോണം. ചെറുകുടലിൽ നിന്നും വില്ലസുകളിലെ ലാക്റ്റിയയിലൂടെ കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംഫിലേക്ക് പ്രവേശിച്ച് ക്രമേണ അത് മഹാസിരയിലെ രക്തത്തിലേക്ക് എത്തിച്ചേരുന്നു. ഗ്ലൂക്കോസും അമിനോ ആസിഡും വില്ലസുകളിലുള്ള രക്തരോമികളിലൂടെ പോർട്ടൽ സിര വഴി കരളിലേക്കും അവിടെ നിന്നും ഹെപ്പാറ്റിക് സിരകളിലൂടെ മഹാസിരയിലെ രക്തത്തിലേക്കും എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. പഠിക്കാൻ വെച്ചിട്ട് പാടൊക്കെ ആയിരിക്കും അല്ലേ? പഠിച്ചെടുക്കണേ കേട്ടോ. 43 കരളിനും ചെറുകുടലിനും ഇടയിലുള്ള ആ പോർട്ടൽ സിരയ്ക്ക് പറയുന്ന പേരെന്താണ്? കരളിനും ചെറുകുടലിനും ഇടയിലുള്ള ആ പോർട്ടൽ സിരയ്ക്ക് പറയുന്ന പേര് ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്നാണ് കേട്ടോ. ഹെപ്പാറ്റിക് പോർട്ടൽ സിര, അല്ലെങ്കിൽ കരളിനും മഹാസിരയ്ക്കും ഇടയിലുള്ളതും അത് തന്നെ. ഹൃദയത്തിൽ എത്തുന്നതിന് മുമ്പ് പോഷകഘടകങ്ങൾ കരളിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഹൃദയത്തിൽ എത്തുന്നതിന് മുമ്പ് പോഷകഘടകങ്ങൾ കരളിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഭക്ഷണത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും ചില പോഷകങ്ങൾ സംഭരിക്കാനും പദാർത്ഥ സംശ്ലേഷണത്തിനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എന്തൊക്കെയാ? ഭക്ഷണത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും ചില പോഷകങ്ങൾ സംഭരിക്കാനും പദാർത്ഥത്തിൻ്റെ സംശ്ലേഷണത്തിനും വേണ്ടിയാണ്. Why nutrients reach the liver before the heart? For detoxification of food, storage of certain nutrients and synthesis of substance. അടുത്ത ഹൃദയം. എന്താവും നിങ്ങളെ ഹൃദയം എന്ന് ഒരു വാക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഔരസാശയത്തിൽ അല്പം ഇടത്തോട്ട് ചെരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത് കേട്ടോ. ഹൃദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഹൃദയ ഒരു സിനിമയല്ലേ? ഔരസാശയത്തിൽ അല്പം ഇടത്തോട്ട് ചെരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഒരു അവയവമാണ് ഹൃദയം. ഓക്കെ, 45 ദ ഡബിൾ ലേഡ് മെംബ്രെയിൻ ഓഫ് ഹാർട്ട്. ഹൃദയത്തിൻ്റെ ഇരട്ട സ്തരാവരണത്തെക്കുറിച്ചാണ്. ഹൃദയത്തിൻ്റെ ഇരട്ട സ്തരാവരണം എന്നറിയപ്പെടുന്നത് പെരികാർഡിയമാണ്. The pericardial fluid seen in between these membranes protect the heart from the external shock and help to reduce frictions. അതായത് പെരികാർഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്തരങ്ങൾക്കിടയിലുള്ള പെരികാർഡിയൽ ദ്രവം ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ഹൃദയസ്പന്ദനം മൂലം സ്തരങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. ദ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഓഫ് അവർ ഹാർട്ട്. ഹൃദയത്തിൻ്റെ സംരക്ഷണ സംവിധാനങ്ങൾ ഏതെല്ലാം? സ്റ്റേണം അല്ലേ, വാരിയലുകൾ, നട്ടെല്ല്, പെരികാർഡിയം. സ്റ്റേണം, റിബ്സ്, വെർട്ടിബ്രൽ കോളം, പെരികാർഡിയം. ഇൻസൈഡ് ദ ഹേർട്ട്, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ എന്തെല്ലാമുണ്ട്? നമ്മൾ ഈ ചാപ്റ്ററിൽ ഹൃദയത്തിനെ കുറിച്ച്, പല്ലിനെ കുറിച്ച് അല്ലെ, വായയെക്കുറിച്ച്, ആമാശയം ഇതെല്ലാം ഉണ്ട്. നോക്കിക്കോണേ, വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇൻസൈഡ് ദ ഹേർട്ട്, ഹൃദയത്തിനുള്ളിൽ. ഒന്ന് ചേമ്പേഴ്സ് 4 അല്ലേ, അപ്പർ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം, ലോവർ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസ്. വെയിന്, ആർട്ടറീസ്, വാൾവ്സ്. വെയിൻസ് വെച്ചാൽ ഏതൊക്കെയാ? പൾമണറി വെയിൻസ്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വെന കവ. ആൻഡ് ആർട്ടറീസ്, പൾമണറി ആർട്ടറി, അയോട്ട. ആൻഡ് വാൾവ്സ്, ആ വാൾവ്സിൻ്റെ നോക്കി കഴിഞ്ഞാൽ ആ പേരൊക്കെ ഒന്ന് പഠിച്ചോണേ. ട്രൈക്കസ്പിഡ് എന്നാ കേട്ടോ. ട്രൈകസ്പിഡ്, ബൈകസ്പിഡ്, സെമി ലൂണാർ. പേരൊക്കെയാണ് ട്രൈക്കസ്പിഡ്, ബൈക്കസ്പിഡ്, സെമി ലൂണാർ. അതായത് ആ ചാമ്പേഴ്സ് മീൻസ് അറകൾ കേട്ടോ. 4 അറകളുണ്ട്. മുകളിലായിട്ട് ഇടത് വലത് ഏട്രിയൽ. നമ്മുടെ പടം നോക്കി പഠിക്കണം. ഇൻസൈഡ് ഹൃദയത്തിൻ്റെ പടം നല്ല രീതിയിൽ ടെസ്റ്റിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. ആ പടം നോക്കി ഭാഗങ്ങൾ നല്ലതുപോലെ അടയാളപ്പെടുത്തി പഠിച്ചോണം. മുകളിലായിട്ട് ഇടത് വലത്ത് ഏട്രിയങ്ങൾ, താഴത്തിടത് വലത് ഏട്രിക്കുകൾ. സിരകൾ ശ്വാസകോശ സിര, ഊർധ്വമഹാസിരകൾ. ധമനികൾ എന്ന് വെച്ചാൽ ശ്വാസകോശ ധമനി, മഹാധമനി. വാൽവുകൾ എന്ന് വെച്ചാൽ ട്രൈക്കസ്പിഡ്, ബൈക്കസ്പിഡ്, സെമി ലൂണാർ വാൽവ് കേട്ടോ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാൽവ് ഇൻ ഹാർട്ട്? എന്തിനാണ് ഹൃദയ വാൽവുകൾ? ഹൃദയത്തിന് വാൽവുകൾ എന്തിനാണ് നിങ്ങളെ? രക്തം തിരികെ ഒഴുകാതെ വാൽവുകൾ തടയുന്നു. വാൽവ് പ്രസൻറ്റ് ഇൻ ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. 48. ഓക്കെ, അടുത്ത 49. അപ്പോൾ ഈ 49 മുതലാണ് നമ്മൾ അടുത്ത പാർട്ടിലായിട്ട് കൊള്ളിച്ചിരിക്കുന്നത്. നോക്കിക്കോണ്ടേ ഇവിടെ 2 പുറവും എഴുതിയത് കൊണ്ട് കാണാൻ അത്ര ഇതായിട്ട് തോന്നുന്നില്ല അല്ലേ? സാരമില്ല, ഒരുപാട് കെട്ടുകണക്കിന് പേപ്പറാണ് എഴുതി കളയുന്നത്. ഹൗ ഡസ് ബ്ലഡ് സർക്കുലേറ്റ് ത്രൂ ഔട്ട് അവർ ബോഡി ബൈ അവർ ഹാർട്ട്?
നമ്മുടെ ഹൃദയത്തിലൂടെയുള്ള രക്തത്തിൻ്റെ സഞ്ചാരം എപ്രകാരമാണ് ഉള്ളത്? നമ്മുടെ ഹൃദയത്തിലൂടെയുള്ള രക്തത്തിൻ്റെ സഞ്ചാരം എപ്രകാരമാണ് ഉള്ളത് എന്നൊരു ചോദ്യം ടെസ്റ്റിലുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഞാനത് ഇംഗ്ലീഷ് പറയാം. ഡിയോക്സിജനേറ്റഡ് അല്ലേ? ഓക്കെ. ബ്ലഡ് ക്യാരിഡ് ബൈ ദ inferior and superior vena cava reaches the right atrium of the heart and further into the lower right ventricles by the contractions of the atrium through the tricuspid valve. It reaches the lungs through the pulmonary artery when the ventricles contract. ഇനി oxygen degenerated blood from the lungs passes through the pulmonary vein into the left atrium and the further into the lower left ventricles through the cuspid valve by the atrial systole. It travels through the aorta to different part of the body by the ventricular systole. ഇംഗ്ലീഷ് കണ്ട് ഇത്രയും തന്നെയുണ്ട്, അത് അത്രയും തന്നെ എഴുതണം കേട്ടോ. കാരണം ചോദ്യം അതാണ്, നമ്മുടെ ഹൃദയത്തിലൂടെയുള്ള രക്തത്തിൻ്റെ സഞ്ചാരം എപ്രകാരമാണെന്നാണ്. അതുകൊണ്ട് അത്രയും തന്നെ എഴുതിയേ പറ്റൂ കേട്ടോ. അതിൻ്റെ മലയാളം എന്താണെന്നറിയാമോ? ഈ ഊർദ്ധം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് വലിയ സംഭവം. അതൊക്കെ നമ്മുടെ ടെസ്റ്റിൻ്റെ നിങ്ങളുടെ ഈ മലയാളം നോണ്ടേ കണ്ടോ. ഈ പേരൊക്കെ കേൾക്കുമ്പം ഇംഗ്ലീഷ് മീഡിയക്കാരുടെ ഈ പടം വരച്ച് നല്ലപോലെ പഠിച്ചോണം. ഓണപ്പരീക്ഷയ്ക്ക് ഇത് ക്വസ്റ്റ്യനിൽ കാണും കേട്ടോ. ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തണം, പടം അവർ തരും കേട്ടോ. അത് പഠിച്ചോണം. അപ്പോൾ ഊർധ്വ അധോ മഹാസിരകൾ ഹൃദയത്തിൻ്റെ വലത് ഏട്രിയം, ഹൃദയത്തിൻ്റെ വലത് കേട്ടോ, ഹൃദയത്തിൻ്റെ വലത് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നത് ഓക്സിജൻ കുറഞ്ഞ രക്തം ഏട്രിയത്തിൻ്റെ സങ്കോചത്താൽ ട്രൈക്കസ്പിഡ് വാൽവിനുള്ളിലൂടെ താഴെയുള്ള വലത് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. ഇത് വെൻട്രിക്കിളിൻ്റെ സങ്കോചത്താൽ കോശശ്വസന ധമനിയിലൂടെ ശ്വാസകോശങ്ങളിലേക്കും എത്തിച്ചേരുന്നു. ശ്വാസകോശങ്ങളിൽ നിന്നും ഓക്സിജൻ കൂടിയ രക്തം ശ്വാസകോശ സിരകളിലൂടെ ഇടത് ഏട്രിയത്തിലേക്കും അത് ഏട്രിയത്തിൻ്റെ സങ്കോചത്താൽ മഹാധമനിയിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കേട്ടോ. ഏട്രിയത്തിൻ്റെ സങ്കോചത്താൽ മഹാധമനിയിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പോകുന്നു എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം കേട്ടോ. അടുത്ത എന്താണ് ജോയിൻ്റ് ഡയസ്റ്റോൾ എന്നാൽ എന്ത്? ജോയിൻ്റ് ഡയസ്റ്റോൾ എന്നാൽ എന്താണ്? രണ്ട് വെൻട്രിക്കിളുകളുടെയും സങ്കോചത്തെ തുടർന്ന് ഹൃദയത്തിൻ്റെ 4 അറകളും താൽക്കാലികമായിട്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിനെയാണ് ജോയിൻ്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. രണ്ട് വെൻട്രിക്കിളുകളുടെയും സങ്കോചത്തെ തുടർന്ന് ഹൃദയത്തിൻ്റെ 4 അറകളും താൽക്കാലികമായിട്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിന് ജോയിൻ്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നു. ദ കോൺട്രാക്ഷൻസ് ഓഫ് ബോത്ത് വെൻട്രിക്കിൾസ് ഫോളോവ്ഡ് ബൈ ദ ടെമ്പററി റിലാക്സേഷൻ ഓഫ് ആൾ 4 ചേമ്പേഴ്സ് ഓഫ് ദ ഹെർട്ട് ഈസ് കാൾഡ് ജോയിൻ്റ്. ആ പേര് നോക്കണേ, ഡയസ്റ്റോൾ കേട്ടോ. ഡയസ്റ്റോൾ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. 51ാമത്തെ ചോദ്യം, ദ റീസൺസ് why human blood circulation is called double circulation. മനുഷ്യന്റെ രക്തപര്യനത്തെ ദ്വിപര്യനം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? There is a circulations between the heart and various of the body and a circulation between the heart and the lungs. Blood circulation in human is known as a double circulations, as blood from one part passes through the heart twice through the സിസ്റ്റമിക് പൾമിനറി സർക്കുലേഷൻസ്. ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതണം കേട്ടോ. ഇത്രയും ചോദ്യം കണ്ടായിരുന്നല്ലോ. ഓക്കെ. മലയാളം, ഹൃദയവും ശരീരത്തിൻ്റെ വിവിധ കോശങ്ങളും തമ്മിലുള്ള പര്യനവും നടക്കുന്നുണ്ട്. ഹൃദയവും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളും തമ്മിലുള്ള പര്യനവും ഹൃദയവും ശ്വാസകോശങ്ങളും തമ്മിലുള്ള പര്യനവും നടക്കുന്നുണ്ട്. സിസ്റ്റമിക് പൾമണറി പര്യനത്തിലൂടെ ഒരു ഭാഗത്തുള്ള രക്തം 2 പ്രാവശ്യമായി ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യരിലെ രക്തപര്യനം ദ്വിപര്യനം എന്ന പേരിൽ അറിയപ്പെടുന്നു. 2 വട്ടം പോകുന്നതിനെയാണ് നിങ്ങൾ കേട്ടോ. സിസ്റ്റമിക് പൾമണറി പര്യനത്തിലൂടെ ഒരു ഭാഗത്തുള്ള രക്തം 2 പ്രാവശ്യമായി ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യനിലെ രക്തപര്യനത്തിനെ ദ്വിപര്യനം എന്ന് പറയുന്നു. വൈ ഡസ് എ ബ്ലഡ് എൻ്റർ ദ ലങ്സ്? ഇമ്പോർട്ടൻസ് ഓഫ് പൾമിനറി സർക്കുലേഷൻ. രക്തം നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്തിനായിരിക്കും?
രക്തം നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്തിനാ ടു ടേക്ക് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഡെലിവർ ഓക്സിജൻ ടു ദ ബ്ലഡ്. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ രക്തത്തിലേക്ക് നൽകുന്നതാണ് കേട്ടോ. CO2 എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്, O2 എന്ന് വെച്ചാൽ ഓക്സിജൻ. ഒരു കാർഡിയാക്ക് സൈക്കിളിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ഒരു ഹൃദയസ്പന്ദനത്തിൻ്റെ ഘട്ടങ്ങൾ ഏതാണെന്ന് ചോദിച്ചാലും ഏതൊക്കെയാണ്? ഏട്രിയൽ സിസ്റ്റോള്, വെൻട്രിക്കുലാർ സിസ്റ്റോള് ആൻഡ് ജോയിന്റ് ഡയസ്റ്റോള് കേട്ടോ. വാട്ട് ആർ ദ ഫേസസ് ഇൻവോൾവ്ഡ് ഇൻ എ കാർഡിയാക് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഏട്രിയൽ സിസ്റ്റോള്, വെൻട്രിക്കുലർ സിസ്റ്റോൾ ആൻഡ് ജോയിന്റ് ഡയസ്റ്റോള്. റേറ്റ് ഓഫ് നോർമൽ ഹാർട്ട് ബീറ്റ്സിൻ്റെ ഒരു മനുഷ്യൻ്റെ സാധാരണ ഹൃദയമിടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ 72 വെട്ടമാണ് കേട്ടോ. പെർ മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു മിനിറ്റിൽ 72 അവരുടെ ഹാർട്ട് ബീറ്റ്സ് പറയുന്നത്. ECG ഫുൾ ഫോം ചോദിച്ചാൽ എഴുതിക്കൊണ്ടായിരുന്നു ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് കേട്ടോ. ECGയെ കുറിച്ചൊക്കെ ടെസ്റ്റ് പറയുന്നുണ്ട്, ഞാനത് ചുരുക്കി അങ്ങനെ അങ്ങ് കൊടുത്തതാണ്. അപ്പം നോട്ട് ഒരുപാടായതുകൊണ്ട് ചുരുക്കിയതാണ്. പേസ് മേക്കർ എന്നാൽ എന്താണ്? മിക്കുള്ള ഇല്ലേ, ഇപ്പം 100 പേരെടുക്കുമെങ്കിൽ 1-2 പേർക്ക് പേസ് മേക്കർ വെച്ചേക്കുന്നുണ്ട് അല്ലേ. ദ എസ് എ നോഡ് ഇൻ ദ വാൾ ഓഫ് ദ റൈറ്റ് ഏട്രിയം ഈസ് ആൾസോ കാൾഡ് ദ പേസ് മേക്കർ വിച്ച് പ്രൊഡ്യൂസസ് ദ ഇലക്ട്രിക്കൽ വേവ് നെസസറി ഫോർ ദ കോൺട്രാക്ഷൻസ് ഓഫ് ദ ഹാർട്ട് ചേമ്പേഴ്സ്. നമ്മുടെ ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങൾ, ഇലക്ട്രിക്കൽ വൈദ്യുത തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിലുള്ളതുമായ SA നോഡിനെയാണ് നമ്മൾ പേസ് മേക്കർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത പൾസ് എന്താണ്? ബ്ലഡ് പ്രഷർ എന്താണ്? പൾസ് നോക്കത്തില്ലേ നമ്മൾ. അതുപോലെ ബ്ലഡ് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം. നമ്മുടെ ഹൃദയം സ്പന്ദിക്കുമ്പോൾ നമ്മുടെ ഇലാസ്തികതയുള്ള ധമനി ഭിത്തിയിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് പൾസ് എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന പോലെ 0.8 സെക്കൻഡ് കേട്ടോ. അത് ആ സമയമൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. ഹൃദയം സങ്കോചിക്കുമ്പോഴും ഈ സങ്കോചിക്കുന്നതിനെയാണ് സിസ്റ്റോൾ എന്ന് പറയുന്നത്. അതുപോലെ പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ അതിനെ ഡയസ്റ്റോൾ എന്ന് പറയും കേട്ടോ. ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഹൃദയം സങ്കോചിക്കുന്നതിനെ സിസ്റ്റോൾ എന്നും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിനെ ഡയസ്റ്റോൾ എന്നും പറയുന്നു. ധമനികളിൽ അന്നേരം അനുഭവപ്പെടുന്ന മർദ്ദത്തിനെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. പൾസ് ഈസ് ദ പ്രഷർ ഫെൽറ്റ് ഓൺ ദ ഇലാസ്റ്റിക് ആർട്ടറിയൽ വാൾ വെൻ ദ ഹാർട്ട് ബീറ്റ്സ്. ബ്ലഡ് പ്രഷർ ഈസ് ദ ആർട്ടറീസ് വെൻ ദ ഹാർട്ട് കോൺട്രാക്ട്സ് ആൻഡ് റിലാക്സസ്. അടുത്ത രക്തസമ്മർദ്ദ നിരക്ക് അറിയാനുള്ള ഉപകരണം ഏതാണെന്ന് ചോദിക്കും. ദ എക്യുപ്മെന്റ് യൂസ്ഡ് ടു മെഷർ ബ്ലഡ് പ്രഷർ സ്ഫീഗ്മോമാനോമീറ്റർ കേട്ടോ. സ്ഫീഗ്മോമാനോമീറ്റർ ഡിജിറ്റൽ BP അപ്പാരറ്റസും ഉണ്ട് ഇപ്പം കേട്ടോ. ആ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അടുത്ത ഹൈപ്പർ ടെൻഷനും ഹൈപ്പോടെൻഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ചോദിക്കുന്നതാണ്. ഹൈപ്പർ ടെൻഷനും ഹൈപ്പോടെൻഷനും തമ്മിലുള്ള വ്യത്യാസം. ബ്ലഡ് പ്രസൻസ് റൈസിങ് എബോവ് 120/80 mmHg ലെവൽ ഈസ് കാൾഡ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ലോവറിങ് ഫ്രം ദീസ് ലെവൽ ഈസ് ഹൈപ്പോടെൻഷൻ. ഇംഗ്ലീഷ് മീഡിയക്കാർ അത്ര എഴുതിയാൽ മതി. അതായത് ഇത്രയുള്ളൂ നമ്മൾ അതായത് രക്തസമ്മർദ്ദം സാധാരണ പരിധിയായ 120/80 നമ്മളിവിടെ പരിശോധിക്കാൻ ചെല്ലുമ്പം 120/80 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ mmHgയിലും കൂടുതൽ ഹൈപ്പർ ടെൻഷൻ. കുറയുന്നതിന് പറയുന്ന പേരാണ്. അതിൽ കൂടുതലാണെങ്കിൽ 80, 100, 120/80 എന്ന് പറയാമെങ്കിൽ അത് സാധാരണ ഹൈപ്പർ ടെൻഷനാണ്. കൂടി നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. കുറയുകയാണെങ്കിൽ അത് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും. ഇനി നമുക്ക് എന്തെങ്കിലും മെൻ്റൽ സ്ട്രെസ്സോ എക്സസീവ് കൺസംഷൻ ഓഫ് സാൾട്ട്, ലാക്ക് ഓഫ് എക്സർസൈസ്, സ്മോക്കിങ്, ആൽക്കഹോൾ കൺസംഷൻ, സർട്ടൻ ഡിസീസ് ആൻഡ് ഏജ് ക്യാൻ കോസ് ഹൈപ്പർ ടെൻഷൻ. ഡീഹൈഡ്രേഷൻ, ഹാർട്ട് ഫെയിലർ ആൻഡ് ബ്ലഡ് ലോസ് ക്യാൻ കോസ് ഹൈപ്പോടെൻഷൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കേട്ടോ. അതായത് നമുക്ക് മാനസിക സമ്മർദ്ദവും ഉപ്പിൻ്റെ അമിത ഉപയോഗവും വ്യായാമക്കുറവും പുകവലിയും മദ്യപാനവും ചില രോഗങ്ങളും പ്രായവുമൊക്കെ ഹൈപ്പർ ടെൻഷന് കാരണമാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിന് വെള്ളമില്ലായ്മ, നിർജ്ജലീകരണവും ഹൃദയത്തിന് തകരാറുകളും രക്തം നഷ്ടപ്പെടുന്നതുമൊക്കെ ഹൈപ്പോടെൻഷന് കാരണമാണ്. അടുത്ത ഹൃദയ രോഗത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? തിങ്സ് ദാറ്റ് ഡാമേജ് ഹാർട്ട് ഹെൽത്ത്. നമ്മുടെ ഹൃദയരോഗത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമക്കുറവ്, പുകവലി, മദ്യപാനം, മാനസിക പിരിമുറുക്കം, അമിതഭാരം, പൊണ്ണത്തടി ഹൃദയരോഗത്തെ തകരാറിലാക്കുന്ന കാര്യങ്ങളാണ് ഇത് ഇത്രയും. അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്,
ലാക്ക് ഓഫ് എക്സസൈസ്, സ്മോക്കിംഗ്, ആൽക്കഹോള്, അതുപോലെ എക്സസീവ് സ്ട്രെസ്സ്, ഓവർ വെയ്റ്റ്, ഒബിസിറ്റി, ഇതെല്ലാം എന്താണ്? ഹൃദയരോഗത്തെ തകർക്കുന്ന കാര്യങ്ങളാണ്. 61 ഹൗ ഡസ് എ ഹൈ ഫാറ്റ് ഡയറ്റ്, ലാക്ക് ഓഫ് എക്സസൈസ് എക്സെട്ര അഫക്റ്റ് ദ ബോഡീസ് ഹെൽത്ത്? അതായത് കൊഴുപ്പ് കൂടിയ ഭക്ഷണവും വ്യായാമക്കുറവും മറ്റും നമ്മുടെ ശരീരരോഗത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നാണ് ചോദ്യം. അതിൽ ആൻസർ നോക്കി കുഞ്ഞുങ്ങളെ, അതിരോസ്ക്ലീറോസിസ് ലീഡ് ടു കൊറോണറി, ആ പേരൊക്കെ ഒന്ന് പഠിച്ചോണേ, അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ മലയാളമുണ്ട് നോക്കിയേ, ത്രോംബോസിസ് ആൻഡ് ദിസ് ടേൺ മേ കോസസ് ഹാർട്ട് അറ്റാക്ക്. നമ്മുടെ ധമനി ഭിത്തിയിൽ കൊഴുപ്പടങ്ങിയ അതിരോസ്ക്ലിറോസിസ് സംഭവിച്ചാൽ പേര് നോക്കണേ, കൊറോണറി ത്രോംബോസിസും, അതായത് തുടർന്ന് ഹൃദയാഘാതവും നമുക്ക് വന്നേക്കാം. ഹൃദയധമനിക്കുള്ളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയ്ക്കാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ധമനി ഉണ്ടല്ലോ, വാൽവ്, അതിനകത്ത് എന്താ കുഞ്ഞുങ്ങളെ, രക്തം കയറി കട്ട പിടിച്ചിരിക്കും കേട്ടോ. ആ അവസ്ഥയാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകാം. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിലെ തടസ്സമോ പൊട്ടലോ ഒക്കെ സ്ട്രോക്കിന് കാരണമാകാം. സ്ട്രോക്കിന് കാരണം എന്താണ്? ബ്ലോക്കേജ് അല്ലെ, കോസസ് ബൈ ദ ബ്ലോക്കേജ് ഓഫ് റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദ ബ്രെയിൻ കേട്ടോ. അതും ഇനി ലോക ഹൃദയ ദിനം എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ. അതുപോലെ വസ്കുലാർ ടിഷ്യൂ ഇൻ പാർട്ട്, സസ്യങ്ങളിലെ സംവഹന കലകൾ ഏതെല്ലാമാണ്? സൈലവും ഫ്ലോയവുമാണ്. സൈലവും എജ്യൂപോർട്ട്, എക്സാമിനർ, ഇതൊക്കെയാണോ? സൈലവും ഫ്ലോയവുമാണ്. സൈലം എന്ന് വെച്ചാൽ വേരിൽ നിന്നാണ് കേട്ടോ കുഞ്ഞുങ്ങളെ, വേരിൽ നിന്ന് ജലവും ലവണവും കൊണ്ടുവന്ന് ബാക്കിയുള്ള എല്ലാവർക്കും കൊടുക്കുന്ന ജോലി സൈലത്തിനാണ് കേട്ടോ. വേരിൽ നിന്നാണ് എന്ന് വെച്ചാൽ അടിയിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരുന്നത് ഈ സൈലത്തിൻ്റെ ജോലിയാണ്. പക്ഷേ ഇലയിൽ നിന്ന്, ഈ ഇലയ്ക്കകത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇലയിൽ കൊണ്ടുവരണം, മേളിൽ നിന്ന് അടിയിൽ നിന്ന് പൊക്കിയെടുത്ത് ഇയാളെങ്കിൽ മേളിൽ കൊണ്ടുവരും, അങ്ങനെ ഇലയിൽ വരുമല്ലോ. ഈ ഇലയിൽ നിന്നും ആഹാരം ബാക്കിയുള്ള ഇത് കൊണ്ടുവന്നെടുത്ത് ആരാ? ഫ്ലോയവുമാണ്. സൈലം ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് സാൾട്ട് ഫ്രം റൂട്ട്, പക്ഷേ ഫ്ലോയമോ ട്രാൻസ്പോർട്ട് ഫ്രം എവിടെ നിന്നാ? ഫുഡ് ഫ്രം ലീവ്സ്, മറക്കല്ലേ അത്. ഇനി സൈലത്തിന് നോക്കിയേ, ടെസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ട്രക്കീഡുകളും ഏതൊക്കെ വെസലുകളുമാണ് സൈലത്തിലുള്ളത്. ഫ്ലോയത്തിലോ സീവ് നാളിയും സഹകോശവും കേട്ടോ, കമ്പാനിയൻ സെല്ലും സീവ് ട്യൂബും. നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് നിങ്ങളെ. അടുത്ത 65 ചോദ്യം, സർക്കംസ്റ്റൻസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ത്രൂ ദ സൈലം വിത്തൗട്ട് എക്സ്പാൻഡിങ് എനർജി, ഓസ്മോസിസ് ആൻഡ് ദെയർ ബൈ റൂട്ട് പ്രഷർ, അതുപോലെ കൊഹഷൻസ് ആൻഡ് അദഷൻസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻസ്. ഊർജം വിനിയോഗിക്കാതെ തന്നെ സൈലത്തിലൂടെയുള്ള ജലസംവഹനത്തിന്, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ജലസംവഹനത്തിന് സഹായകമായത് ഏതെന്നാണ് ചോദ്യം. അത് ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ, ഞാൻ എഴുതുന്നില്ലെന്ന് വിചാരിച്ചാൽ, പക്ഷേ പിന്നെ അത് വേണമെന്ന് വിചാരിച്ച് വീണ്ടും എഴുതിയതാണ്. ഓസ്മോസിസ്, അതുമൂലം നമ്മുടെ വേരിൽ അനുഭവപ്പെടുന്ന റൂട്ട് പ്രഷർ, ജലതന്മാത്രകളുടെ കൊഹിഷന്, അഡീഷൻ ബലങ്ങൾ, ഇതൊക്കെ അറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സസ്യസേചനത്തിലൂടെ ജലം ഇലകളിൽ നിന്നും നഷ്ടപ്പെടുന്നു, ഇതൊക്കെയാണ്. ഹൗ ഡസ്, അടുത്ത നമ്മൾ സൂക്രോസിനെ കുറിച്ചാണ്. സൂക്രോസ് ട്രാൻസ്പോർട്ട് ടേക്ക് പ്ലേസ് ത്രൂ ദ ഫ്ലോയം കേട്ടോ. അതായത് ഫ്ലോയത്തിലൂടെയുള്ള സൂക്രോസ് സംവഹനം നടക്കുന്നത് എങ്ങനെയാണെന്ന്. ഗ്ലൂക്കോസ് ഈസ് ദ ലീഫ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സൂക്രോസ് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു ദ സീവ് ട്യൂബ് ബൈ യൂട്ടിലൈസിങ് എനർജി. അതുപോലെ തന്നെ ദ ടർജർ പ്രസൻസ് എക്സർട്ടഡ് ബൈ ദ സെല്ല് ഡ്യൂ ടു ദ എൻട്രി ഓഫ് വാട്ടർ ഫ്രം സൈലം ആൾസോ ഇനേബിൾ ദ കണ്ടക്ഷൻ ഓഫ് സൂക്രോസ്. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇത്രയും നോട്ടൊക്കെ എഴുതണം. ഇത് ഉണ്ട് കുഞ്ഞില്ല. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധമുള്ള 75% ഇത് ഭയങ്കര ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല, വലിയൊരു ചാപ്റ്ററാണിത് കേട്ടോ. തന്നെയല്ല, നിങ്ങൾ 9ാം ക്ലാസ് ആണ്, അപ്പം നോട്ട് കൂടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1, 2 ഒന്നും പഠിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് ഇത്രയും നോട്ട് വന്നത്. അപ്പം ഫ്ലോയത്തിലൂടെയുള്ള സൂക്രോസ് സംവഹനം നടക്കുന്നത് ഇലയിലെ ഗ്ലൂക്കോസിനെ സൂക്രോസ് ആക്കി ഊർജ്ജം ഉപയോഗിച്ച് സീവ് നാളികളിലേക്ക് കടത്തുന്നു. സൈലത്തിലൂടെയുള്ള ജലം എത്തുന്നത് മൂലം കോശങ്ങളിൽ അനുഭവപ്പെടുന്ന ടർഗൻ പ്രഷറും സൂക്രോസിന്റെ സംവഹനം എളുപ്പമാക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റൻ ആവും നിങ്ങളെ. റീസൺസ് ഫോർ വാട്ടർ ഡ്രോപ്ലെറ്റ് ഓൺ ദ മാർജിൻ ഓഫ് ദ ലീവ്സ് ഓഫ് സം പ്ലാന്റ്സ് ഇൻ ദ ഏർലി മോർണിംഗ്. ചില സസ്യങ്ങളുടെ ഇലകളുടെ അരിവുകളിൽ രാവിലെ വെള്ളത്തുള്ളികൾ കാണപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗട്ടേഷൻ ആണ്. എ പ്രോസസ് കാൾഡ് ഗട്ടേഷൻ എന്ന് വെച്ചാൽ ഈ ഹൈഡത്തോട് സുഷിരങ്ങളിലൂടെ ജലം പുറന്തള്ളപ്പെടുന്നു. ഇതിന് ഈ ഇലയ്ക്കകത്തിൽ
ഇലയ്ക്കകത്തിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുത്തുകളില്ലേ, അതിനകത്ത് ഇത് ഈ സൈലോം ഫ്ലോയോ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇതിനകത്ത് ആഹാരം ചവിട്ടിയിൽ നിന്ന് വലിച്ചെടുത്ത് മേളിൽ കൊണ്ടുവരുന്നു, ആഹാരം ഇലയ്ക്കകത്ത് വെച്ച് പാകം ചെയ്യുന്നു എന്നൊക്കെ നമുക്കറിയത്തില്ലേ. അപ്പോൾ അതിനകത്തിലൊക്കെ ബാക്കി വരുന്നതുണ്ടല്ലോ, സുഷിരങ്ങളുടെ ജലം ഇങ്ങി വെളിയിൽ വരും കേട്ടോ. അതിനെ ഗട്ടേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 67 ക്വസ്റ്റ്യൻസ് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ പഠിച്ചോണേ കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇത് വൃത്തിയായിട്ടിരുന്ന് പഠിക്കുക, നോട്ട് തരിക എന്നുള്ളതാണ് എൻ്റെ ജോലി, പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ ടെസ്റ്റ് കാണിച്ച് പഠിക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നമുക്കപ്പോൾ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ഇത് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. 1, 2 പാഠത്തിൻ്റെ ഫുൾ നോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ലെറ്റേഴ്സസ് വേണമെങ്കിൽ കമൻറ്റ് പറയാം കേട്ടോ. ഓക്കെ നിങ്ങളാ, താങ്ക്